ഹേലോ, അടവി വന്നതാണ് കേട്ടോ കുട്ടവഞ്ചി സവാരിക്ക്. അന്നേരം കണ്ട കാഴ്ചകളാണിത്. ഞാൻ ആദ്യമായിട്ടോ എൻ്റെ ലൈഫിലൊരു ഷൂട്ടിങ് കാണുന്നത്. ഉണ്ടോ ഷൂ അവർ അനൗൺസ് ചെയ്യുന്നു, ഇവരഭിനയിക്കുന്നു, ഈ കുട്ടവഞ്ചിയെ പോകുന്നു, ആ പാടെ വേണം. ഇവരെയൊക്കെ അറിയാമല്ലോ അല്ലേ, ഒരുപാട് സിനിമകളിൽ നമ്മൾ കാണുന്ന ഇദ്ദേഹത്തെയൊക്കെ, ഈ സുധീർ കരിമനെയൊക്കെ. മറ്റേവരുടെ പേര് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞതാ. നോക്കിക്കേ, അനൗൺസ് ചെയ്യുന്ന ആളിവിടെ ഉണ്ട്. അപ്പം ഞങ്ങളും ഇതുപോലെ കുട്ടവഞ്ചി കയറി. അപ്പോൾ ജിനിമോളും ജെസ്സിനും കൂടെ നമ്മുടെ വീട്ടിൽ വന്നതാണ്. അവരെ കൂട്ടി കൂന്നി വന്ന് ആനക്കൂട്ടി പോയി. അതിന് വീഡിയോ ഞാൻ പിന്നീടിടാം. കുട്ടവഞ്ചി സവാരിക്ക് വന്ന ഇദ്ദേഹമാണ് പേടിച്ചായിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കയറിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടി തോന്നിയില്ല. ജെസ്സിനും വലിയ പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ ജിനിമോൾ ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. ചിരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പേടിയുണ്ട് കേട്ടോ. അത് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുമല്ലേ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലും ഇങ്ങനെയൊന്ന് പോകണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടി ഉള്ളപ്പോഴേ ഞാനാണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്തു. വിശാലമായിട്ട് കിടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു പയ്യനായിരുന്നു നമ്മുടെ സാരഥി. നല്ല കമ്പനിയായിരുന്നു കേട്ടോ. നോക്കിക്കേ, നല്ല തണുത്ത കാറ്റൊക്കെ ഏറ്റ് ആഹാ. വല്ലപ്പോഴും ഇതുപോലൊരു റിലാക്സേഷനൊക്കെ വേണ്ടേ വേണം കേട്ടോ. നമുക്ക് ചെറിയ പൈസയ്ക്ക് 4 പേർക്കും അല്ലെങ്കിൽ 8 പേർക്കും ഒക്കെ ആയിട്ട് ചെറിയ ചാർജൊക്കെ ഉള്ളൂ. ഭയങ്കര പൈസയൊന്നുമില്ല. അയ്യോ പാവം ജിനിമോളും അങ്ങ് ചരിഞ്ഞു. പാവം പേടിച്ച് കിടക്കാമെന്ന് തോന്നുന്നു കേട്ടോ. അവരും അപ്പുറത്തുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരരുത്, ആ ലൊക്കേഷൻ ഇത് അവിടുന്ന് മാറിപ്പോവും അങ്ങനെ. അപ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് ഒതുക്കും അങ്ങനെയൊക്കെ. നല്ല വെള്ളമുള്ളപ്പോൾ ഇവിടെ പോകണം കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന പോലെ ചാടിപ്പോവും. ഇതിപ്പോൾ വെള്ളം കുറവാണ് കണ്ടോ. ഇങ്ങനെ ഒന്ന് വട്ടം കറക്കും അവർ നമ്മളെ വെച്ചുകൊണ്ട്. രസമല്ലേ ഇതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ സിനിമാക്കാരങ്ങ് അവിടെ കുട്ടവഞ്ചി അടുപ്പിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സെൽഫി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്. കുറേ പേര് പോയി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതായാലും ഒരു ഹായ് കൊടുത്തു ഇദ്ദേഹത്തിന്. അപ്പോൾ എനിക്കും ഒരു ഹായ് തന്നു തിരിച്ച്. ദേ ഇങ്ങനെ